ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. അപ്പോൾ നമ്മൾ വിൻ്ററിൽ എങ്ങനെയാണ് കുട്ടികളെയൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഓക്കി ഡോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിൻഡർ കളിക്കുന്ന പ്ലേസിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓക്കി ഡോക്കിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻസിൻ്റെ കളിക്കുന്ന ലാൻഡാണ്. ഓക്കെ, അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രൻസ്. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളുടെ കയ്യിലൊരു സ്റ്റാമ്പൊക്കെ ചെയ്തു തരും. അപ്പം ഈ കുട്ടികളൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അവർ ഡോർ ഓപ്പൺ ചെയ്ത് തരുമ്പോൾ നമ്മൾ കയറിയതിന് ശേഷം ഡോറൊക്കെ അടയ്ക്കുക. കാരണം കുട്ടികൾ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാനും ഷാനും എല്ലാവരും കൂടി നമ്മളിങ്ങനെ കിൻഡർലാൻഡിലേക്ക് വന്നേക്കാണ് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി പപ്പയും മമ്മിയും നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അകത്ത്. അങ്ങനെ അവരൊരു സീറ്റൊക്കെ പിടിച്ചിട്ട് അവരവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവർ വെയിറ്റ് ചെയ്യാണ്. ഓൾറെഡി ആടൻകുട്ടൻ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെതാ നമ്മൾ ഓരോരോ നമ്മളിങ്ങനെ കുട്ടികൾ കളിക്കുന്ന സാധനം നമുക്കിങ്ങനെ പരിചയപ്പെടാം. മോളെ കൊണ്ട് ഷാൻ ഇങ്ങനെ ഇതിങ്ങനെ ക്ലൈം ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്ന പലതരത്തിലുള്ള ഗെയിംസുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ടിക്കറ്റ്സ് ആണെങ്കിൽ തന്നെ പല വേരിയേഷനിലാണ് ടിക്കറ്റ് കൊടുക്കുക. നമ്മൾ 1 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് 5 യൂറോ ആണ്. അതുപോലെ തന്നെ 2 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് 10 യൂറോ തൊട്ടാണ്. അതുപോലെ തന്നെ അഡൽട്ട്സിന് 5 യൂറോ ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മണി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ ഹാഫ് പ്രൈസ് മാത്രം കൊടുത്താൽ മതി. കാരണം പെട്ടെന്ന് പിന്നെ അടയ്ക്കുമല്ലോ. 7 മണി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം, വൈകിട്ട് 7 മണി വരെ. അതുപോലെ തന്നെ 65 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക് എൻട്രി ഫീ ഫ്രീ ആണ്. കാരണം അവർ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് നിങ്ങൾ ID കാർഡ് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ 2 PM to 7 PM ആണ്. പിന്നെ സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സിലൊക്കെ 10 o'clock തൊട്ട് 7 o'clock വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. അതുപോലെ തന്നെ ഇവർക്ക് ഫുഡ് കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബമ്പർ കാറ്, ഗോ കാർട്ട്സ്, പിന്നെ ക്ലോ മെഷീൻ, ഇതിനൊക്കെ നമ്മൾ ചിപ്പ് ഇടണം. ആ ചിപ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിപ്പിന് 1 യൂറോ ആണ്. പക്ഷേ നമ്മൾ 10 യൂറോ കൊടുത്താൽ 12 ചിപ്പ് കിട്ടുന്ന ഒരു ഇതുമുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന കണ്ടോ. ആടൻകുട്ടൻ മേളിൽ നിന്നിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. എസ്രമോളയും ഷാനി കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഒരു ഫണ്ണായിട്ടുള്ളൊരു ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അവൾ ഫസ്റ്റ് ടൈമാണ് അവൾ പോകുന്നത്. ആടൻകുട്ടൻ മിക്കവാറും പോകാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട്, അല്ലാതെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പം വിൻ്ററിൽ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ ഡേ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഇവിടെ കൊണ്ടുപോവുകയും അവർ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയും അവരുടെ അവർ ബോറടിച്ചിരിക്കുന്ന ഇതൊക്കെ മാറി അവരൊരു ഫണ്ണായിട്ട് ഒരു ദിവസം എൻ്റർടൈൻ ചെയ്ത് പോകാറുണ്ട്. ഞാൻ കൂടുതലും എൻ്റെ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഒന്നെങ്കിൽ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ ഇങ്ങനെ ഹോള് പോലൊരു പൂളുണ്ട്. മീൻസ് ഇങ്ങനെ ആ പൂള് ഇൻഡോർ പൂളാണ്. അപ്പം അവർക്ക് വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ അവിടെയും ടിക്കറ്റ് ഇങ്ങനെയാണ്, 5 യൂറോയൊക്കെയാണ് ടിക്കറ്റൊക്കെ. അപ്പം അവിടെ കുറച്ചും കൂടി എനിക്ക് ഫണ്ണായിട്ട് തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. കാരണം ഒരുപാട് കുട്ടികളും പാരൻസും ഒക്കെ വരുന്നതാണ്. പിന്നെ അവരുടെ പേഴ്സണൽ തിങ്സ് നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ചിപ്പ് കേട്ടോ. അങ്ങനെ മോള് ചിപ്പാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു തവണ കാണിച്ചു കൊടുത്താൽ പുള്ളിക്കാരി എല്ലാം നെക്സ്റ്റ് ടൈം തൊട്ട് എല്ലാം തന്നെ ചെയ്യും കേട്ടോ. അതിനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കോയിനൊക്കെ ഇട്ടിട്ട് പുള്ളി ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവളെ കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള ഇതില്ല അവൾക്ക്. കാരണം 1 വയസ്സ് 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഞാനും കൂടെ ഇരുന്നിട്ട് മോളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ഇത് ചെയ്യണം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ബട്ടണൊക്കെ ഞെക്കും. അപ്പോൾ നമ്മളിങ്ങനെ സബ്മറൈനിൽ കൂടെ പോകുന്നതും പിന്നെ മേളിൽ വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതായിട്ടൊക്കെ ഉള്ളൊരു ഷിപ്പിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ
ഷൂട്ട് ചെയ്യുകയും ഡ്രൈവ് ചെയ്യുകയും സബ്മറൈൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാണ്. അപ്പം നല്ലൊരു നമുക്കാണെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ ഇതിലും കയറാറുണ്ട്. ഞാനിങ്ങനെ ഒന്നിലും മാറി നിൽക്കാറൊന്നുമില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടുത്തെ പേരൻസ് എല്ലാവരും ഇൻവോൾവ് ചെയ്താണ് കളിക്കുക. അപ്പം ഞാനും എല്ലാത്തിലും കയറാറുണ്ട്. നോർമലി നമ്മളുടെ മനസ്സിലും നമ്മളിലും ഒരു കുട്ടികളുണ്ടല്ലോ. അപ്പം നമ്മളത് എത്ര നമ്മൾ അടക്കി വെക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ കുട്ടി ഉണർന്നു വരും ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ട്രംബോളിനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഗോ കാറുണ്ട്, പിന്നെ എന്താണ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കളിക്കാനുണ്ട്. പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ ഒരുപാട് അല്ലാത്ത ഹൗസുകൾ, ഇങ്ങനെ ട്രംബോളിൻ്റെ തന്നെ പല പല ലെവല്, പിന്നെ സ്ലൈഡ് ചെയ്ത് വരുന്ന സംഭവങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ അവളിതാ കാറിൽ കയറി, ചിപ്പിട്ടിട്ട് കാറിൽ കയറി. പുള്ളിക്കാരിക്ക് അത്ര വലിയ കാർ ഇങ്ങനെ അനങ്ങുമ്പോൾ വലിയതായിട്ട് ഇഷ്ടമല്ല. ഡാഡയും കൂടെ അവിടെ കൂടെ ഇരിക്കാനാണ് അവൾ വിളിക്കുന്നത്. അപ്പോഴത്തേന് അപ്പുറത്തെ ബലൂണിൻ്റെ പോലത്തെ ഒരു ജമ്പ് ചെയ്യുന്ന സ്ഥലത്ത് പിള്ളേർ ജമ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഷാനും മോളും കൂടി ഇങ്ങനെ ഒരു ഗോ കാറിലൊക്കെ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത്, ഫസ്റ്റ് ടൈം അതും ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ. അതിന് ശേഷം ഞങ്ങളിങ്ങനെ ആടൻകുട്ടനെ അന്വേഷിക്കുകയാണ്, എവിടെ ആടൻകുട്ടൻ. നമുക്ക് കാണാൻ വൺസ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ കാണാറേ ഇല്ല. അവൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ എവിടുന്നോ തപ്പി പിടിച്ചുകൊണ്ട് അമ്മച്ചി വന്നു. പിന്നെ എല്ലാവരും കൂടെയാണ് ഇങ്ങനെ ഗോ കാറ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ല ഫണ്ണായിട്ടുള്ളൊരു സമയമായിരുന്നു. പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും ഭയങ്കര, ഇവർ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ അവർക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കണം, ഇവിടുന്ന് ഫോട്ടോ എടുക്കണം. അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന കാണുമ്പം. വീട്ടിലാണെങ്കിലും പിള്ളേർ വിൻ്ററിൽ ഇങ്ങനെ ഇരുന്ന് സാഡായിട്ട് ഒരിടത്ത് ഇരുന്ന് ബോറടിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഇതൊരു ഫണ്ണായിട്ടാണ്. അപ്പോൾ അവരും ഹാപ്പിയാണ്, കുട്ടികളും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഒരു പണി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പണിയായിരുന്നു നമുക്ക് കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഹാൻഡ് വാഷ് ചെയ്തു. പക്ഷേ മോൾക്ക് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാൻ മറന്നുപോയി. അതിന് ശേഷം മോള് ആ ഒരു കൈയോടുകൂടി, കാരണം ഇവിടെ എല്ലാം തൊടുന്നതല്ലേ, അപ്പം ചില കുട്ടികൾക്ക് ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം മോൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് അവൾക്ക് ഞാൻ ഫുഡ് വായി വെച്ച് കൊടുക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ കുഞ്ഞ് ചിപ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ കൈ വെച്ചിട്ട് അത് കഴിച്ചു. പിന്നെ വീട്ടിൽ വന്ന് ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഫുൾ പനിയായി. മോക്കാണ് ആദ്യം പനി തുടങ്ങിയത്. അപ്പോഴേ നമുക്ക് മനസ്സിലായി അവിടെ നിന്നാണ് പനി കിട്ടിയെന്നുള്ളത്. എന്നിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 2 ആഴ്ചയായിട്ട് ഭയങ്കര പനിയും ഭയങ്കര ടയേർഡുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ ലേറ്റ് ആവുന്നത്. അങ്ങനെ ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല. അങ്ങനെ ഫണ്ണായിട്ട് അവളിങ്ങനെ ഓരോരുത്തരിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറാണ്. സ്ലൈഡ് ചെയ്ത് വരുന്നു. അതൊക്കെ കുഞ്ഞു സ്ലൈഡിലാണ് മോളെ കയറ്റുന്നത് കേട്ടോ. വലിയ സ്ലൈഡിലൊന്നും അവളെ നമ്മളും കൂടി ഇരുന്നേ നമ്മളത് കയറ്റാറുള്ളൂ. അങ്ങനെ പുള്ളിക്കാരി ഫുൾ ഫണ്ണായിട്ട്. ആടൻകുട്ടനെ നമ്മൾ കാണുന്നേ ഇല്ല, എസ്രയെ മാത്രമേ ഇപ്പം നമ്മളുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ എസ്രേനെ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. മോൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും, മോൻ എന്ത് പോയോ. ഇതിൻ്റെ അകത്ത് വൺസ് പിള്ളേർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. അപ്പം അവരങ്ങനെ അങ്ങ് ഓടി കളിച്ച് നടന്നോളും. പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ അവർ വിശക്കുമ്പോഴൊക്കെ ആയിരിക്കും. അങ്ങനെ വിശക്കുമ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ ഇതൊരു കുഞ്ഞ് ട്രംപോളിനാണ് കേട്ടോ. ഒരു കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ട്രംപോളിനാണ്. അപ്പോൾ മോളും ഞാനും കുറച്ച് നേരം എങ്ങനെയാണ് ജമ്പ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. വീട്ടിൽ ട്രംപോളിനുണ്ട്, ബട്ട് സ്റ്റിൽ പുതിയ ഇച്ചിരിയും കൂടെ ഇത് ബൗൺസി ആയിട്ടുള്ളൊരു ട്രംപോളിനാണ്. അപ്പം അവളെ ഞാൻ അതൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. ജമ്പ് ചെയ്യാൻ ആദ്യമേ ഇങ്ങനെ കാലൊക്കെ മടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അവൾ ട്രൈ ചെയ്തു. നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് എക്സ്ട്രാ. അങ്ങനെ ഇങ്ങനെ നമ്മൾ വിൻ്ററിൽ ഇങ്ങനെയാണ് കേട്ടോ കുട്ടികളെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്തൊക്കെ വെക്കുക. അല്ലാണ്ട് എപ്പോഴും അവർ വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ നമുക്ക് ഗാർഡൻ ഉണ്ടെങ്കിലും പുറത്തിറങ്ങിയാലും തണുപ്പും, പിന്നെ ഇങ്ങനെ ഫുൾ അങ്ങനെ ഒരു ഒരു ഗ്രേ കളറാണ് സ്കൈ ഒക്കെ. ഇങ്ങനെ സണ്ണൊന്നും ഇല്ലാത്തപ്പം അവർക്കാണെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കുട്ടികൾ പോവും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫണ്ണായിട്ട് പലയിടത്തൊക്കെ കൊണ്ടുപോയി അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കില്ല. നമുക്ക് പുറത്ത് മുറ്റത്ത് കുട്ടികളെ ഇറക്കി വിട്ടാലും അവർ കളിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും അതൊക്കെ ഇങ്ങനെ കുഞ്ഞു മക്കൾ കളിക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ അവരും കുറേ എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു ദിവസം.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പനിയായി. ബട്ട് പപ്പയും മമ്മിയും മാത്രം ഓക്കെ ആയിട്ട് നിന്നു. നമ്മളും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ പോകേണ്ടിയുണ്ട്. അപ്പം അവർ പോവാനുള്ള ടൈമൊക്കെ അടുത്തു. അങ്ങനെ എന്താണ് എല്ലാവരും മീൻസ് എന്താ വിഷമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും പോയി, മീൻസ് അവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് പിന്നെ നമ്മൾ ഇനി എപ്പോഴേലും നാട്ടിൽ പോകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ നമ്മളും അതിനെ ഒരു ഫണ്ണായിട്ട് അങ്ങ് എടുത്തു വിടുകയാണ് ചെയ്യുക. അല്ലാണ്ട് നമ്മളിങ്ങനെ സാഡായിട്ട് കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആക്സെപ്റ്റ് ചെയ്തതാണ് നമ്മൾ എബ്രോഡിൽ പോയി ജീവിക്കാം എന്നുള്ളത് അല്ലേ. നമ്മളുടെ പാരൻസും കൂടെ അവർ എൻ്റെ മക്കളൊക്കെ എബ്രോഡിൽ പോട്ടെ എന്നൊരു പ്ലാൻ ചെയ്ത് അവരും നമ്മളെ ഇങ്ങോട്ട് അയച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്നെടുത്ത ഡിസിഷനാണ്. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് അപ്പച്ചനൊക്കെ കൈയൊക്കെ പിടിച്ച് മോളെ അവൾ ഓടി ഓടി പലയിടത്തും ഓടി ഓടി അങ്ങ് കയറുകയാണ്. അങ്ങനെ ഇതാ ഫണ്ണായിട്ട് നമ്മളുടെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് സെക്കൻഡ് പാർട്ടും കാണുക. അപ്പം ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയ്ക്കകത്തുകൂടി കാണിച്ചു തരുന്നത്. നമുക്കിവിടെ നമ്മളിപ്പം എന്താണ് ടൂറിസ്റ്റായിട്ട് വന്നാലും ശരി, നമുക്ക് അവിടെ പോയി എൻ്റർടൈൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണ് കുട്ടികൾക്ക് മാക്സിമം നമ്മളിപ്പം എവിടെ നമ്മൾ ട്രാവൽ ചെയ്താലും ശരി, ഇപ്പോൾ ഒരാഴ്ചത്തേന് നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ പോവുകയാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം ട്രാവൽ പോകുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ചൂസ് ചെയ്യാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം. കാരണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങൾ കാണുമ്പം അവർക്കതൊരു എൻ്റർടൈനായിട്ട് തോന്നില്ല. അവർക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലം എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ഒന്നുകിൽ സൂവോ അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുന്ന സ്ഥലമോ എന്താണെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം കമ്മിങ് സൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പം ബൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ വരുന്നിടം വരെ നമുക്ക് കാണാം. ബൈ.